നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ജൂലൈ 19 കേരള ഹൈക്കോടതി ഒരാളിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. വളരെ ഡീറ്റെയിലായിട്ട് എഴുതിയ 28 പേജുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ്. ആൾ സാമാന്യക്കാരനല്ല. സഹീർ EP എന്നാണ് അയാളുടെ പേര്. സഹീറിൻ്റെ കുറ്റം ISIS പ്രവർത്തിക്കുന്ന ISIS ഖൊറാസാൻ പ്രോവിൻസ്, ISIS KP എന്ന് പറയും, അതിൽ പ്രവർത്തിക്കുന്ന നമ്മൾ സാധാരണ ISISനെ പോലും IS എന്നങ്ങ് പറഞ്ഞിട്ടങ്ങ് വിടുക ചെയ്യുന്നു. അതിൽ പല വിഭാഗങ്ങളുണ്ട്. അതാണ് ഖൊറാസാൻ ഒരു വിഭാഗം. അപ്പോൾ ISIS KPയിൽ പെടുന്ന ഒരു ആളിനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്നുള്ളതാണ് സഹീർ ചെയ്ത കുറ്റം. ശരിക്കും പറഞ്ഞാൽ പോലീസുകാരുടെ ഭാഷയിൽ ഹാർബറിങ് എ ക്രിമിനൽ, ഒരു ക്രിമിനലിനെ ഒളിച്ച് താമസിപ്പിക്കുക എന്നുള്ള കുറ്റമാണ്. മെയിൻ കുറ്റം ചെയ്ത വേറെ ആൾക്കാർ ഒരുപാടുണ്ട്. ഇദ്ദേഹം 5ാം പ്രതിയാണ്, അക്യൂസ് നമ്പർ 4, 4ാം പ്രതിയാണ് സഹീർ. 56 വയസ്സുണ്ട്. മുഹമ്മദ് ഷാഫി എന്ന ആളിൻ്റെ മകനാണ്. എറാട്ടുപുലയ്ക്കൽ ഹൗസ്, മണ്ണാർക്കാട്, അലനല്ലൂർ, പാലക്കാട്. ഇതാണ് അഡ്രസ്സ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും ഇപ്പോൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നതും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്, NIA ആണ്. 19-ാം തീയതിയിലത്തെ ജഡ്ജ്മെൻറ്റ്. അതിൽ ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ ഈ സഹീറിൻ്റെ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി തള്ളി. ആ തള്ളിയത് ശരിയല്ല, എനിക്ക് ജാമ്യം തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹീർ വന്നിരിക്കുന്നത്. ദ അപ്പല്ലൻ്റ് വാസ് അറസ്റ്റഡ് ഓൺ 9/1/2024. കഴിഞ്ഞ ജാനുവരി 9-ാം തീയതിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഫൈനൽ റിപ്പോർട്ട് 12-ാം തീയതി തന്നെ, വെറും 3 ദിവസം കൊണ്ട് NIA ഫൈനൽ റിപ്പോർട്ടും കൊടുത്തു. The materials placed on record indicate that the central government has received credible information that an ISKP module, a proscribed terrorist organization, was working in secrecy for the purpose of committing acts prejudicial to the sovereignty and integrity of India. കേന്ദ്ര സർക്കാരിന് രഹസ്യമായും വിശ്വസ്തമായും ഒരു റിപ്പോർട്ട് കിട്ടി. ISKP എന്ന ഒരു മൊഡ്യൂൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അത് നിരോധിക്കപ്പെട്ട സംഘടനയാണെന്നും അറിവ് കിട്ടി. അത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എല്ലാം എതിരാണെന്നും ബോധ്യപ്പെട്ടു. അതിലൊരു കോൺസ്പിറസി ഉണ്ട്, ഗൂഢാലോചനയുണ്ട്. കൺസ്പയറിങ് ടു ടാർഗറ്റ് സർട്ടൻ പ്രോമിനൻറ്റ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി and religious places of other communities to commit terrorist acts and create communal disharmony in the society. അതായത് സമൂഹത്തിലെ പ്രോമിനൻ്റായിട്ടുള്ള ആളുകളെ, പ്രോമിനൻ്റായിട്ടുള്ള നോൺ മുസ്ലിം ദേവാലയങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമണം നടത്തി സമൂഹത്തിൽ വലിയ ഭീതിയും പരിഭ്രമവും പരത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇവർ ഗൂഢാലോചന നടത്തി. ദാറ്റ് ആസ് പാർട്ട് ഓഫ് ദ ലാർജർ കോൺസ്പിറസി ഓഫ് ദ ISIS, ദ മെമ്പേഴ്സ് ഓഫ് ദ മോഡ്യൂൾ ഐഡൻറ്റിഫൈഡ് ഗള്ളിബിൾ മുസ്ലിം യൂത്ത്സ് ആൻഡ് റാഡിക്കലൈസ്ഡ് ദം ത്രൂ എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ടു ജോയിൻ ISIS. That in order to raise funds for furthering the activities, they have committed various criminal and illegal activities. അതായത് ക്രിമിനലും നിയമവിരുദ്ധവുമായ കാര്യത്തിലൂടെ പണം സമ്പാദിച്ച് ആ പണം ഉപയോഗിച്ച് നിഷ്കളങ്കരായ മുസ്ലിം യുവാക്കളെ ആകർഷിച്ച് അവരെ കൊണ്ട് ഈ ജോലി ചെയ്യിക്കുക എന്നുള്ള പരിപാടിയാണ് ആസൂത്രണം ചെയ്യപ്പെട്ടത്. ഇതാണ്
സഹീറിൻ്റെയും മറ്റുള്ളവരുടെയും പേരിലുള്ള കുറ്റം. സഹീർ മാത്രമാണ് തൽക്കാലം ജാമ്യത്തിന് വേണ്ടി കോടതിയിൽ വന്നിരിക്കുന്നത്. ഞാൻ ഈ ISIS, പോപ്പുലർ ഫ്രണ്ട് ഇതുപോലത്തെ സംഘടനകളിലെ കോടതിയിലെ തന്ത്രങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഈ കോർട്ട് ക്രാഫ്റ്റ് എന്ന് പറയും. അതിൽ പലവിധ തന്ത്രങ്ങളുണ്ട്. ഒന്ന്, ജഡ്ജിമാരുടെ സ്വഭാവം ഡീറ്റെയിലായിട്ട് പഠിക്കുക. ഈ ജഡ്ജി ആർക്കൊക്കെ ജാമ്യം കൊടുക്കുന്നുണ്ട്, ആർക്ക് നിഷേധിക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു പാറ്റേൺ, എല്ലാ മനുഷ്യൻ്റെയും സ്വഭാവത്തിന് ഒരു പാറ്റേൺ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളിൽ അനുഭവമുള്ളവർക്ക് അറിയാം, വക്കീലിൻ്റെ അടുത്ത് നമ്മൾ പോകുമ്പോൾ വക്കീൽ പറയും, നമുക്കൊരു സ്ട്രോങ് കേസുണ്ട്, പക്ഷേ ഇപ്പം അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസ് പോകാൻ പോകുന്നത് ഇന്ന ആളിൻ്റെ ബെഞ്ചിലാണ്, കണ്ണിച്ചോരയില്ലാത്തവനാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 15 ദിവസം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഹോളിഡേ വരുമ്പോൾ ബെഞ്ച് മാറും. A എന്ന ജഡ്ജ് മാറിയിട്ട് B എന്ന ജഡ്ജ് വരും. പുള്ളി ഒരല്പം മയമാണ്, മിക്കവാറും ജാമ്യമൊക്കെ കിട്ടും. ഇപ്പം നമ്മൾ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ, ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജാമ്യത്തിന് പോകാൻ നമ്മൾ ബുദ്ധിമുട്ടും. കുറച്ച് സമയം കഴിഞ്ഞല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇപ്പം നമുക്ക് ഫയൽ ചെയ്യേണ്ട, ഒരു 10 ദിവസം കഴിയട്ടെ എന്ന് പറയാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീനിയർ വക്കീലന്മാർക്കെല്ലാം ഈ ജഡ്ജിമാരുടെ സ്വഭാവം നന്നായിട്ടറിയാം. കാര്യം നീതിയും ന്യായവും ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ. അതിനകത്ത് ഒരു ഫേവറിറ്റിസമോ പാർഷ്യാലിറ്റിയോ ഒന്നും അവർ കാണിക്കുന്നില്ല. പക്ഷേ മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമുണ്ട്. ജഡ്ജിമാരുടെ മുമ്പിൽ ജാമ്യത്തിന് വന്നു കഴിയുമ്പോൾ ബലാത്കാരം ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. മറ്റൊരു ജഡ്ജിയാണെങ്കിൽ ബലാത്കാരം ചെയ്തു, കാര്യം ശരി, പക്ഷേ ഇതിനു മുമ്പ് അവനൊരു കുറ്റം ചെയ്തിട്ടില്ല, അതിനുശേഷം അവൻ ജയിലിലെ റെക്കോർഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മര്യാദക്കാരനാണ്, ആ ഒരു നിമിഷം അവനെന്തോ ഭ്രാന്ത് കയറിയിട്ട് ചെയ്തു പോയതാണ്, ഇപ്പോൾ 1 വർഷമായി ജയിലിലാണ്, അവന് ഭാര്യയും മക്കളും ഒക്കെ വേറെ ഉണ്ട്, ആകെ കൂടെ നാട്ടിൽ നാണക്കേടുമൊക്കെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുക, ജാമ്യത്തിൽ വിട്ട് വിചാരണ കഴിഞ്ഞിട്ട് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കാം, 1 വർഷം ജയിലിൽ കിടന്നില്ലേ പോട്ടെ. ഇങ്ങനെ ചിന്തിക്കുന്ന ജഡ്ജിമാരും ഉണ്ടാവാം. ബെയിൽ എന്ന് പറയുന്നത് ജഡ്ജിയുടെ ഡിസ്ക്രിഷനാണ്, വിവേചനാധികാരമാണ്. ഡിസ്ക്രിഷൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്ക്രിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക് നേച്ചറാണ് പിന്നെ അവിടെ ഒരു കാര്യം തീരുമാനിക്കുന്നത്. ഒരാൾ സാധുവാണ് നമുക്ക് ഉള്ളിലൊരു തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ ആ തോന്നലിൽ നിന്ന് നമ്മളതിന് ന്യായങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അയാൾക്ക് ജാമ്യം കൊടുക്കും. അതല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ എന്തൊക്കെ പറഞ്ഞ് തലയടിച്ച് കരഞ്ഞാൽ പോലും നമ്മൾ കൊടുക്കില്ല, ഇപ്പം കള്ളം തന്നെയാണ്. കൊടുക്കാതിരിക്കാനും ന്യായം ഉണ്ടാകും, കൊടുക്കാനും ന്യായം ഉണ്ടാകും. ഇത് തമ്മിൽ വിവേചിച്ചിട്ട് കൃത്യമായ തീരുമാനം എടുക്കുക, ഇതാണ് ജഡ്ജിമാരുടെ ബുദ്ധിമുട്ട് പിടിച്ച ഡ്യൂട്ടി. ഈ ഡ്യൂട്ടിയിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ജഡ്ജിയുടെ ഒരു പേഴ്സണൽ സ്വഭാവം വരും എന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന വക്കീലന്മാർക്ക് മനസ്സിലാവും. അങ്ങനെയാണ് അവർ ഇയാൾ കൊള്ളാം, മറ്റേയാൾ കണ്ണിച്ചോരയില്ലാത്തവൻ, ഇയാൾ ഭയങ്കര ടഫാണ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. അല്ലാതെ എന്തെങ്കിലും കാശ് വാങ്ങിച്ചോ സ്വാധീനിച്ചോ അങ്ങനെ പലരും പറയാറുണ്ട്, ഓ ജഡ്ജിമാർക്ക് കാശോ, അങ്ങനെയൊന്നും നടക്കുന്ന കേസൊന്നുമല്ല. ബട്ട് ഈ നേച്ചർ വെച്ച് പ്രത്യേകിച്ചും ജാമ്യാപേക്ഷ മൂവ് ചെയ്യും. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ ISISകാരൊക്കെ ചെയ്യുന്നത്, സമർത്ഥരായ വക്കീലന്മാരുടെ അടുത്ത് പോയിട്ട് ഇപ്പോൾ ജാമ്യാപേക്ഷ കൊടുത്താൽ ഏത് ബെഞ്ചിൽ ചെല്ലും എന്ന് നോക്കി അങ്ങനെ ഫയൽ ചെയ്യും. അതുപോലെ കൂട്ടായിട്ട് ജാമ്യത്തിന് പോവില്ല. ആദ്യം ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞ കുറ്റം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾ ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് ജാമ്യം കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. അത് കഴിഞ്ഞിട്ടേ അതിലും കടുപ്പപ്പെട്ടവൻ ജാമ്യത്തിന് പോവുള്ളൂ. കാരണം ഇവൻ പോയി കഴിയുമ്പോൾ ഇവന് പറയാം, മറ്റവന് കൊടുത്തു സാർ, എനിക്കും തരണം സാർ. അതൊരു വാദമാണില്ല. ഒരേ കേസിൽപ്പെട്ട മറ്റവന് കൊടുത്തു സാർ, എനിക്ക് തരണം. അതൊരു ബലമുള്ള പോയിൻ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കുറഞ്ഞ കുറ്റം ചെയ്തവൻ ആദ്യം ജാമ്യത്തിന് പോകും. മൊത്തം 10 കുറ്റവാളികളുണ്ടെങ്കിൽ 4മത്തവനായിരിക്കും ആദ്യം പോകുന്നത്. ഇതൊക്കെ ഇതിനാണ് കോർട്ട് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് വക്കീലന്മാരുടെ കളിയാണ്. അപ്പോൾ ഇതുപോലെ ഈ സഹീറടക്കം ഒരുപാട് ഇതിനേക്കാൾ കുറ്റം ചെയ്ത ആൾക്കാർ ഈ കേസിൽ വേറെയുണ്ട്. അവർ ജാമ്യത്തിന് വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയോ എന്നറിഞ്ഞുകൂടാ. ഏതായാലും സഹീർ താരതമ്യേന കുറഞ്ഞ കുറ്റം ചെയ്തതാണ്. കാരണം സഹീർ ഈ കുറ്റം ചെയ്ത ഒരാളെ ഒരു ലോഡ്ജിൽ താമസിപ്പിച്ചു. ഇതാണ് സഹീർ ചെയ്തത്. താമസിപ്പിച്ചു, ഒരു മൊബൈൽ ഫോണും 2 സിം കാർഡും എടുത്ത് കൊടുത്തു. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഒരു ISIS കൊടും കുറ്റവാളിയെ ലോഡ്ജിൽ താമസിപ്പിച്ചു, മൊബൈൽ ഫോൺ കൊടുത്തു, 2 സിം കാർഡും കൊടുത്തു. ഇത് സഹീർ സമ്മതിക്കുന്നു കോടതിയിൽ. ശരിയാണ് സർ, ഞാൻ അയാളെ താമസിപ്പിച്ചതാണ്, അയാൾക്ക് ഒരു മൊബൈൽ ഫോണും 2 സിം കാർഡും ഞാൻ കൊടുത്തതുമാണ്. പക്ഷെ ഞാൻ ചെയ്തത് ഷെയർ മാർക്കറ്റിൽ കളിക്കാനുള്ള അയാളുടെ സാമർഥ്യത്തിന് 2 സിം കാർഡ് ഒരു മൊബൈൽ ഫോണും ഒക്കെ വേണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. എനിക്ക് പണ്ട് മുതലേ ആളിനെ അറിയാം, ഞാൻ അയാളെ താമസിപ്പിച്ചു. അല്ലാതെ അയാൾ ISISകാരനാണ് ഇതൊന്നും എനിക്കറിഞ്ഞുകൂടാ, ഞാൻ നിരപരാധിയാണ് സാർ, എനിക്ക് ജാമ്യം തരണം. ഇതാണ് സഹീറിൻ്റെ വാദം. പക്ഷേ ഈ കേസിലെ ഫാക്റ്റ് നോക്കൂ. കേസിൽ പറയുന്നത് ഇവരെല്ലാവരും സംഘം ചേർന്ന് ചെറുപ്പക്കാരെ പ്രലോഭിപ്പിച്ച്, മുസ്ലിം ചെറുപ്പക്കാരെ പ്രലോഭിപ്പിച്ച് കൂടെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ഈ നീചപ്രവൃത്തികൾ ചെയ്യിക്കുക. ഇത് നേരത്തെ മുതലുണ്ട്. കുറഞ്ഞത് ഒരു 10-12 വർഷമായിട്ട് പല പോലീസുകാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യുന്നു. പല രീതിയിൽ ചെറുപ്പക്കാരെ ഉപയോഗിക്കുന്നു. അതായത് ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് എന്താണ് നിനക്ക് ജോലി? അങ്ങനെ ജോലിയൊന്നുമില്ല, ഇങ്ങനെ പഠിച്ചിരിക്കുന്നു, അല്ല ഗൾഫിൽ വല്ലതും പോയാലോ എന്നൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ വിസയൊക്കെ കിട്ടാൻ വലിയ പ്രയാസം, പഴയ പോലെ അല്ല ചേട്ടാ. ശരി, ഞാൻ നിനക്കൊരു ജോലി തരാം, മാസം 25,000 രൂപ ശമ്പളം തരും. 25 സന്തോഷം, നിസ്സാര തുകയാണ്. ചെറുക്കന് വേറെ വീട്ടിൽ കൊടുക്കാനൊന്നുമില്ല, വീട്ടിൽ അത്യാവശ്യം കഴിഞ്ഞു വിടാനുള്ള വകയുണ്ട്, വാപ്പ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, സംഗതി കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവനൊരു തൊഴിലില്ല, തെക്കുഴക്ക് നടക്കുന്ന ഇടയ്ക്ക് വാപ്പ ചീത്തയും പറയും, നിന്നെക്കൊണ്ട് എന്താണ് പ്രയോജനം, നിന്നെ പഠിപ്പിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടായത്, നീ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് നിൽക്കുന്നത്. അപ്പോൾ ഏത് ചെറുപ്പക്കാരനും 25,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. കൂടെ ഒരു ബൈക്കും തരും. ഇയാൾ ആകെ ചെയ്യേണ്ടത് നാട്ടിൽ നടക്കുന്ന യോഗങ്ങളുണ്ടല്ലോ, NSS, SNDP, പുലയ മഹാസഭ, RSS, വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി, ഇവരുടെയൊക്കെ യോഗങ്ങളിൽ പോയിട്ട് എത്ര ആൾക്കാർ അതിൽ പങ്കെടുത്തു, ആണെത്ര പെണ്ണെത്ര, പെൺകുട്ടികളെത്ര ആൺകുട്ടികളെത്ര, ഈ റിപ്പോർട്ട് കൊടുക്കുക. ഇത് മാത്രം ചെയ്താൽ മതി. മാസം 25,000 രൂപ ശമ്പളം, ഒരു ബൈക്കും. ചെറുക്കന് സന്തോഷമായി, നാടെങ്ങും ചുറ്റി നടക്കാം. മീറ്റിങ്ങുകളെല്ലാം ഫ്ലക്സൊക്കെ വയ്ക്കുമല്ലോ, ഇന്നാൾ ഉദ്ഘാടനം ചെയ്യുന്നു, വെള്ളാപ്പള്ളി നടേശൻ വരുന്നു, സുകുമാരൻ നായർ വരുന്നു, അവർ വരുന്നു, ഇവർ വരുന്നു. അവിടെ പോയി ആളെയൊക്കെ എണ്ണി നോക്കി റിപ്പോർട്ട് എഴുതി വൈകുന്നേരം ആകുമ്പോൾ കൊണ്ടുപോയി കൊടുത്തു, മാസം 25,000 രൂപ, സന്തോഷം. ഇതൊന്ന്. വേറൊന്ന് നിങ്ങൾ പത്രത്തിൽ കണ്ടു കാണും, കക്കൂസ് വൃത്തിയാക്കുന്നതിന് സമീപിക്കുക എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ നമ്പർ. ഇത് എന്നോട് പോലീസുകാർ പറഞ്ഞാണ് കേട്ടോ, ഉത്തരവാദപ്പെട്ട പോലീസുകാർ, ലോവർ ഗ്രേഡിലുള്ളവരൊന്നുമല്ല, ഹയർ ഗ്രേഡിലുള്ളവർ, SP DYSP റേഞ്ചിലുള്ളവർ, അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, മോഹൻദാസ് ഇത് ശ്രദ്ധിച്ചു, കക്കൂസ് വൃത്തിയാക്കുന്നതിന് 50 മീറ്റർ വരെ ദൂരെയാണെങ്കിലും 100 മീറ്റർ ദൂരെയാണെങ്കിൽ പോലും വണ്ടി കയറി ചെല്ലാത്ത ഇടങ്ങളിൽ പോലും ഞങ്ങൾ വൃത്തിയാക്കി കൊടുക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്, ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് ഈ മൊബൈൽ നമ്പറിൽ വിളിക്കുക. വിളിക്കുമ്പോൾ അവർ എവിടെയാണ് വീട്, ഇന്ന സ്ഥലത്താണ്, ഞങ്ങളാരെങ്കിലും അങ്ങോട്ട് വരാം, ഒന്ന് ലൊക്കേഷൻ നോക്കട്ടെ. ലൊക്കേഷൻ നോക്കാനായിട്ടൊരു ചെറുപ്പക്കാരൻ വരും. സാധാരണഗതിയിൽ വീടുകളിലെ കക്കൂസിൻ്റെ ടാങ്കൊക്കെ പുറകുവശത്തോ സൈഡിൽ എവിടെയെങ്കിലും ഒതുങ്ങിയ ഒരു സ്ഥലത്തായിരിക്കും. ഇപ്പോൾ വീടിൻ്റെ പരിസരം, വീടിൻ്റെ ചുറ്റും വളരെ ക്ലോസ് ആയിട്ട് ജനൽ എവിടെയാണ്, വാതിൽ എവിടെയാണ്, ജനലിന് കൊളുത്തുണ്ടോ അതുണ്ടോ, ഒരു വാതിൽ ചുമ്മാ തുറന്ന് കിടക്കുന്നു, ഇതെന്താ ചേച്ചി ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത്, അയ്യോ അതിൻ്റെ കൊളുത്ത് പോയിട്ട് ദിവസം കുറേ ആയി, അത് ഫിറ്റ് ചെയ്യണം, പിന്നെ ഇനിയിപ്പോൾ ആ ജനൽ തുറന്ന് സാരമില്ലല്ലോ, കുറച്ച് കൊതുകോ വല്ലതും വരുമെന്നേ ഉള്ളൂ എന്നൊക്കെ ചേച്ചി അങ്ങ് നിഷ്കളങ്കമായിട്ട് പറയുകയും ചെയ്യും. അടുക്കളയിൽ എങ്ങനെ കയറാം, ഇതൊക്കെ ഇവർക്ക് മനസ്സിലാക്കാം. ഒടുവിൽ ഇത് നോക്കിയിട്ട് ചേച്ചി ഞാൻ പോയിട്ടേ മറ്റേ സീനിയർ ആളിനോട് പറഞ്ഞിട്ട് വിവരം അറിയിക്കാൻ കേട്ടോ, ചെറുക്കൻ അങ്ങ് പോകും. ഈ വിവരമെല്ലാം മറ്റേ ആളെ ബോധ്യപ്പെടുത്തും, ഈ വീട്ടിൽ ഇന്ന മാതിരിയാണ്, അവിടെ ഇത്ര അംഗങ്ങളുണ്ട്, പെൺകുട്ടി ഇത്രയുണ്ട്, ആൺകുട്ടി ഇത്രയുണ്ട്, ഈ വിവരമെല്ലാം ഈ ചേച്ചിയുടെ അടുത്ത് നിന്ന് സംഘടിപ്പിക്കും ഈ പയ്യൻ. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയുണ്ട്, അതിനെ നമുക്ക് പൊക്കാം, ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും. കൃത്യമായിട്ട് ഫോൺ വരും കേട്ടോ, ഫോൺ വിളിച്ചിട്ട് പറയും, ചേച്ചി അവിടം വരെ ഞങ്ങൾ ഓസ് അവിടം വരെ എത്തില്ല, അപ്പോൾ അത് ഞങ്ങൾ വിചാരിച്ചാൽ ക്ലീൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിയും. കാരണം അവർക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടി, ഇനിയിപ്പോൾ കക്കൂസിൻ്റെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ അവർക്ക് എന്താ തലയ്ക്ക് കിർക്കാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഓപ്പറേഷൻ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ?
അതുകൊണ്ട് ഈ അപരിചിതനായ ആരെങ്കിലും ആളെ വീട്ടിനകത്ത് കയറ്റിയിട്ട് കക്കൂസിൻ്റെ ടാങ്ക് ക്ലീൻ ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് വളരെ സൂക്ഷിക്കണം. അറിവും പരിചയവും അടുപ്പമൊക്കെ ഉള്ളവരെ മാത്രമേ ഇതുപോലത്തെ പണിയൊക്കെ ഏൽപ്പിക്കാവുള്ളൂ. വെറുതെ ഒരു മൊബൈൽ ഫോൺ കണ്ടു വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെയാണ്. എല്ലാം കുഴപ്പക്കാരാണെന്ന് ഞാൻ പറയില്ല. കാരണം ഇതിൽ യഥാർത്ഥത്തിൽ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, ഈ പോലീസുകാർ പറഞ്ഞ മാതിരി ഇങ്ങനത്തെ കളി കളിക്കുന്ന ആൾക്കാരുമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ പെരുമാറിയാൽ നമുക്ക് കൊള്ളാം. The material placed on record also revealed that the central government was of the opinion that the above activities would have serious ramifications, and accordingly Ministry of Affairs, Government of India directed the NIA to take up the investigation of the matter, and the subject case was registered and investigated accordingly by the NIA. ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇവരെയൊക്കെ പിടിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ NIA ചുമതലപ്പെടുത്തി ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി. അതനുസരിച്ചാണ് NIA ഇതിലിടപെടുകയും ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇത് കൂടാതെ NIA പറയുന്നു, ദ സെക്കൻഡ് അക്യൂസ്ഡ്, ഇയാൾ നാലാമത്തെ ആളാണ്, രണ്ടാം കക്ഷി, ബീയിങ് ആൻ ആക്റ്റീവ് കേഡർ ഓഫ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അവിടെയാണ് പോപ്പുലർ ഫ്രണ്ട് വരുന്നത്. അതായത് ISIS ഓപ്പറേറ്റ് ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ട് വഴിക്കാണ് എന്ന് സാരം. ISIS നേരിട്ടല്ല വരുന്നത്, പോപ്പുലർ ഫ്രണ്ട് വഴിക്കാണ്. ഇൻവോൾവ്ഡ് ഇൻ സെവറൽ വയലൻറ്റ് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഓഫ് PFI, ഗോട്ട് ഹിംസെൽഫ് അസോസിയേറ്റഡ് വിത്ത് ഇന്ത്യ ഫ്രറ്റേണിറ്റി ഫോറം, ദ ഓവർസീസ് ഫോറം ഓഫ് PFI, വയൽ ഇൻ ഖത്തർ സിൻസ് 2012. ഈ രണ്ടാം കക്ഷി 2012 മുതൽ ഖത്തറിലിരുന്ന് ഇന്ത്യ ഫ്രറ്റേണിറ്റി ഫോറം IFF, അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഖത്തറിലെ യൂണിറ്റാണ്. ഏത് സിറിയയിലെ ISIS, അതിൻ്റെ ബ്രാഞ്ചായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പോപ്പുലർ ഫ്രണ്ട്, അതിൻ്റെ ഓവർസീസ് ഏജൻ്റായ IFF ഖത്തറിൽ, അതിൽ പ്രവർത്തിക്കുന്ന ആളാണ് രണ്ടാം കക്ഷി. രണ്ടാം കക്ഷിയുടെ പേര് അവർ പറയുന്നില്ല, അതുകൊണ്ട് നമുക്ക് രണ്ടാം കക്ഷി എന്ന് വിളിക്കാം. കാരണം രണ്ടാം കക്ഷി ഇതുവരെ ജാമ്യത്തിന് വന്നിട്ടില്ല. ഈ പറഞ്ഞ നാലാം കക്ഷി ജാമ്യത്തിന് പോയിട്ട് എന്താവും നോക്കാം, എന്നിട്ട് രണ്ടാം കക്ഷി പോയാൽ മതി. ഇതൊക്കെയാണ് ഇതിൻ്റെ ടെക്നിക്ക്. അപ്പോൾ അങ്ങനെ 2012 മുതൽ ഇയാൾ ഖത്തറിലുണ്ടായിരുന്നു, രണ്ടാം കക്ഷി. ദാറ്റ് ഹീ സബ്സ്ക്രൈബ് ടു വയലൻറ്റ് ജിഹാദി ഐഡിയോളജീസ് ഓഫ് ISIS വയൽ ഇൻ ഖത്തർ, ദാറ്റ് ഹീ കോൺസ്പയർഡ് വിത്ത് ദ ഫസ്റ്റ് അക്യൂസ്ഡ്, ഒന്നാം കക്ഷിയുമായിട്ട് ഗൂഢാലോചന നടത്തി ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചു. To establish ISIS module in Kerala, to recruit gullible youths to the module, and he established an ISIS module in Kerala accordingly and recruited several persons in the module for furthering the activities of ISIS. അപ്പോൾ ISIS പോപ്പുലർ ഫണ്ട് ഇന്ന് ഖത്തറിലെ IFF ഇന്ത്യ ഫ്രറ്റേണിറ്റി ഫ്രണ്ട്, അതിൻ്റെ ആൾ ഇന്ത്യയിലേക്ക് വരുന്നു. എന്നിട്ട് ഡയറക്റ്റ് ISIS ഓപ്പറേഷൻ തുടങ്ങാനുള്ള പരിപാടി ചെയ്യുന്നു. ചെറുപ്പക്കാരെ വിലക്കെടുക്കാൻ മോഹിപ്പിച്ചും പിടിച്ചുമൊക്കെ. ചെറുപ്പക്കാർ ആ പ്രായത്തിൽ നിഷ്കളങ്കരാണ്. അവർ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും കാശ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് എടുത്ത് ചാടി ഇവരുടെ പിടിയിൽപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മോചനയില്ല. ഇവർ പറഞ്ഞിട്ട് ഇങ്ങനെയാണ്, ഇസ്ലാമല്ലാത്ത എല്ലാവരെയും വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗത്തിൽ പോകാം, സ്വർഗത്തിൽ 72 പെണ്ണുങ്ങളെ കിട്ടും, മദ്യം ഇങ്ങനെ പുഴയായിട്ടൊഴുകും. ഇവിടെ മദ്യം കുടിച്ചിട്ട് കാര്യമില്ല, അവിടെയുള്ള മദ്യമല്ലേ മദ്യം. ഇവിടുത്തെ പെണ്ണുങ്ങളെയൊന്നും നീ വായി നോക്കി നടക്കണ്ട, അവിടെ 72 പെണ്ണുങ്ങൾ നിനക്ക് വേണ്ടി മാത്രം, നീ പിന്നാലെ നടക്കുകയൊന്നും വേണ്ട. ഇവിടെ നീ പിന്നാലെ നടക്കണ്ടേ, അവിടെ പെണ്ണുങ്ങൾ നിൻ്റെ പിന്നാലെ വരും, 72 എണ്ണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ച് ചെറുപ്പം പെട്ടുപോകുമെന്ന് പിള്ളേർ. അപ്പോൾ ചെറുപ്പക്കാരെ വലയിൽ ഇടാനുള്ള നല്ല മാർഗം ഒന്ന് സെക്സും, മറ്റൊന്ന് മയക്കുമരുന്നും, മദ്യം, ഇതുപോലുള്ളതാണ്. ചെറുപ്പത്തിൽ ആ ആവേശത്തിൽ എടുത്തങ്ങ് ചാടും, മുൻപിന്നെ ആലോചിക്കുകയൊന്നുമില്ല. അവരെ കുറ്റം പറയാൻ പറ്റുമോ? ചെറുപ്പം പ്രായമല്ലേ. ഇത് ഇവന്മാർ മുതലെടുക്കുന്നു. അങ്ങനെ മുതലെടുത്ത കൂട്ടത്തിലാണ് ഈ സഹീർ ഒരുത്തനെ കൊണ്ടുപോയി ലോഡ്ജിൽ താമസിപ്പിച്ച് മൊബൈലും വാങ്ങിച്ച് കൊടുത്തത്. അപ്പോൾ കോടതി പറഞ്ഞു, ദ സ്പെസിഫിക് കേസ് ഓഫ് ദ റെസ്പോണ്ടൻറ്റ് ദാറ്റ് NIA പറഞ്ഞതായിട്ട്, ദ അപ്പലൻറ്റ് ഹാഡ് നോളജ് ദാറ്റ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് എ റൂം ഇൻ ദ ലോഡ്ജ് ആൻഡ് സിം കാർഡ്സ് ഇൻ ദ നെയിം ഓഫ് ദ സെക്കൻഡ് അക്യൂസ്ഡ് would be detrimental to the second accused, and it is with that knowledge the appellant undertook the above arrangements. ഈ സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യൻ ഇയാളെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിപ്പിച്ചത്.
അല്ലാതെ സ്റ്റോക്ക് ട്രേഡിംഗ് ബിസിനസ്സിനല്ല. കാരണം സ്റ്റോക്ക് ട്രേഡിംഗ് ബിസിനസ്സിനാണെങ്കിൽ അതെന്തെങ്കിലും ട്രേഡ് ചെയ്തതായിട്ടുള്ള രേഖയോ സംഗതിയോ ഈ ഫോൺ വഴിക്ക് ഇന്നത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കാണണ്ടേ. അതൊന്നും തന്നെയില്ല. ഇയാളുടെ ഫോൺ റെക്കോർഡുകളൊക്കെ ഈ പറഞ്ഞ കക്ഷികളെ കോൺടാക്ട് ചെയ്തൊക്കെയാണ് ഈ പിള്ളേരെ വിളിക്കുക ഇതുപോലെ. However, the documents on which reliance was placed are only documents which indicate that there were monetary transactions between the appellant and the members of the family of the second accused. ഈ ഖത്തറിൽ നിന്ന് വന്നവൻ്റെ കുടുംബക്കാർക്ക് കാശ് ട്രാൻസ്ഫർ ചെയ്യാനും പിടിക്കാനും ഒക്കെയാണ് ഈ മൊബൈൽ ഉപയോഗിച്ചതായിട്ട് റെക്കോർഡിൽ കാണുന്നത്. In the circumstances, according to us, special court cannot be found at fault for taking the view that there are reasonable grounds to believe that the accusation against the appellant is prima facie true. പ്രഥമ ദൃഷ്ട്യ ഇയാൾ ഇത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. കാരണം ഇവർ പറയുന്നു ഈ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഇവരുടെയൊക്കെ പേരും ഈ രണ്ടാം കക്ഷി സഹീറിൻ്റെ പേരുമടക്കം മംഗളം പത്രം, ജന്മഭൂമി പത്രം ഇവർ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്കൊന്നും അറിയില്ല അയാൾ ആരാണെന്ന് ഞാൻ ചുമ്മാ ഒരു സഹായം ചെയ്തതാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പത്രത്തിലൊക്കെ അയാളുടെ പേര് വന്നതാണ്, കുഴപ്പക്കാരനാണ്, NIA അന്വേഷണത്തിൽപ്പെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞ് പേര് സഹിതം വന്നിരുന്നു. അപ്പോൾ അയാൾ കണ്ടില്ല. സംഭവം ശരി. ഞാനിതിനിടയ്ക്ക് ഒരു ചെറിയ ഡൈവേർഷൻ എടുത്തിട്ട് പറയുക. ജന്മഭൂമിയും മംഗളവുമാണ് പേര് കൊടുത്ത പത്രങ്ങളായിട്ട് കേസിൽ പറയുന്നത്, കോടതി രേഖകളിൽ പറയുന്നത്. ബാക്കി പത്രങ്ങളും ചാനലുകളും എന്ത് ചെയ്തു? ഈ വാർത്ത ഞങ്ങൾ മുക്കി. കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. പലരും ഇത് റിപ്പോർട്ട് ചെയ്യാതെ അങ്ങ് വിട്ടു. ഏതായാലും ഇയാൾ എന്തോ കുറ്റം ചെയ്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ 4-ാം പ്രതി സഹീറിനെ താമസിപ്പിച്ചത്. അതുകൊണ്ട് ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞിട്ട് PB സുരേഷ് കുമാറിൻ്റെ ജഡ്ജ്മെൻ്റാണ്. ജസ്റ്റിസ് PB സുരേഷ് കുമാർ ആൻഡ് മിസ്സസ് ജസ്റ്റിസ് MB സ്നേഹലത ഇവരുടെ ജഡ്ജ്മെൻ്റാണ് ജൂലൈ 19-ാം തീയതി ജാമ്യം നിഷേധിച്ചുകൊണ്ട് എഴുതിയ ജഡ്ജ്മെൻ്റാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കേരളത്തിൽ നടക്കുന്നതിൻ്റെ ഒരു 0.01% മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. ബാക്കിയുള്ളത് 99.9% പിന്നാലെ വെളിവായിക്കോളും, അല്ലെങ്കിൽ അനുഭവിക്കുമ്പോൾ മനസ്സിലാക്കിക്കോളും. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.